റോഡ് നിരത്തുകളിൽ ഇരുന്ന് പൊങ്കാലയിടുന്ന ഭക്തരുടെ ശ്രദ്ധയ്ക്കായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ അറിയിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള അത് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായി ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാല ഉത്സവത്തെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു കാർഷിക കൊയ്ത്തുത്സവം കൂടി ചേർത്ത് അതോടൊപ്പം പറയേണ്ടി വരും. മകര കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷത്തോടെ മാറ്റി അമ്മയ്ക്കായുള്ള കടും പായസം, മട, മണ്ടപ്പുറ്റ് എന്നിവയുണ്ടാക്കി സമർപ്പിക്കാനുള്ളൊരു ഒരു ഭക്തരുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്. അമ്മയ്ക്ക് എന്തേ നൽകേണ്ടു എന്നുള്ള ആഗ്രഹമാണ്. പൊങ്കാല പായസം മാത്രം തയ്യാറാക്കിയാൽ മതിയോ, അതോ തെരളി? ഓരോ വിഭവത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയത്തിലേക്ക് എത്തുകയാണ്. പുണ്യാഹം തെളിച്ച് ഒപ്പം വിളക്കുമായി ചെറിയ തിടപ്പള്ളിയിൽ നിന്നുള്ള അഗ്നിയുമായി വായ്പുരകളിലേക്ക് എത്തുകയാണ്. ചെണ്ടമേളങ്ങളുടെയും വെടികളും ഒക്കെ നമുക്കിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അഗ്നി പകരുന്ന ആ ഒരു ധന്യ നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹമേൽശാന്തി ഭണ്ഡാര അടുപ്പിലേക്ക് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ലക്ഷ്മി. ഇത് ഒരു വർഷത്തെ ഭക്തരുടെ ഇന്ന് കണ്ടു പിരിയുന്നവർ ഇനി അടുത്ത വർഷത്തിലേക്ക് കാത്തിരിക്കുന്ന ഉപ്പ് കൈകളോടുകൂടി എല്ലാവരും ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ചെറിയ വളരെ മനോഹരമായാണ് ഈ ചുരുക്കിയ ഭണ്ഡാര അടുപ്പിലേക്ക് അത് ആ ധന്യ മുഹൂർത്തം എത്തിയിരിക്കുന്നു. ഭണ്ഡാര അടുപ്പിലേക്ക് അഗ്നി ജ്വലിപ്പിച്ച് എല്ലാ ഭക്തരോടും അറിയിക്കുകയാണ്. അവരവരുടെ മൺകലങ്ങളിൽ അടുപ്പുകളിൽ പൊങ്കാല അർപ്പിക്കാനുള്ള അറിയിപ്പാണ് ക്ഷേത്രത്തിൽ നിന്നും എല്ലാ മനസ്സുകളിലും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ മന്ത്രങ്ങളാണ്. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരവരുടെ അടുപ്പുകളിലേക്ക് ഭക്തർ അഗ്നി പകരുന്ന നിമിഷമാണ്. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തിരുവനന്തപുരം നഗരം ഒരു യാഗശാലയെ, ആകാശമെല്ലാം ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മി പുകച്ചുരുളുകൾ ഉയർന്നു കഴിഞ്ഞു. ഭണ്ഡാരടുപ്പിൽ നിന്നും തീ പകർന്ന നമ്മളിപ്പോൾ ഫയർഫോഴ്സിന്റെ വാഹനവും തന്നെ ആംബുലൻസ് ഇത്തരം എല്ലാ സജ്ജീകരണങ്ങളും ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കൊതുമ്പ് ഇത് പറഞ്ഞു അഗ്നി പകരാനായിട്ട് നമ്മൾ ചില മരങ്ങളുടെയൊന്നും തടി ഉപയോഗിക്കില്ല എന്ന് പറയും. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്നത് തെങ്ങിന്റെ വിഭാഗങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. കൊതുമ്പും ചൂണ്ടുമൊക്കെയായി കലകൾ മൺകലം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൺകലങ്ങളിൽ ഹലോ പറഞ്ഞു. ഹലോ വിളിക്കണം. വെള്ളം അത് കൊണ്ടുവരാം. 2.5 കൊണ്ടുവരാൻ തരും. വേണം പിള്ളേരെ കണക്ക് വേണ്ടേ? ലൈവ് കയറി കൊടുക്കുന്നു. Gracias.
10 ദിവസം പണിയെടുത്തിട്ട് ചോദിക്കും. അവരുടെ കല ഏതാ? ലൈവ് നടത്തി മൂന്ന് മീറ്റിംഗുകൾ സംഘടിപ്പിച്ച് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത് ഞങ്ങൾ ക്രമീകരണങ്ങളെല്ലാം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വനിതാ പോലീസിനെ ക്രമീകരിച്ചിട്ടുണ്ട്, അഗ്നിശമന സേന ക്രമീകരിച്ചിട്ടുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. ദാഹജലം കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മടക്കയാത്രയ്ക്കുള്ള KSRTC ബസ്, റെയിൽവേ കൌണ്ടറുകൾ സൗകര്യങ്ങൾ, കൂടുതൽ ട്രെയിനുകൾ ഇതെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് കുറെ കൂടി ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ഇതുവരെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ 3ാമത്തെ കൊല്ലമാണ്. ഇവിടെ എല്ലാ കൊല്ലം വരുമ്പോൾ എനിക്ക് വളരെ എന്താ പറയാ അഭിമാനമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ജനസമൂഹം ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് എല്ലാ കൊല്ലം അവരുടെ വിശ്വാസം തെളിവാക്കുന്ന ഒരു പരിപാടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അഭിമാനം മാത്രമല്ല, ഒരു സ്ട്രെങ്ത് എന്ന ഒരു പൊങ്കാലയാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഇത് തിരുവനന്തപുരത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വളരെ സന്തോഷമുണ്ട്. ഇത് എനിക്ക് 3ാമത്തെ കൊല്ലമാണ് പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത്. എനിക്ക് സന്തോഷമുണ്ട്.